സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ സാമൂഹിക നീതിയും സാമൂഹിക നിയന്ത്രണവും ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന എല്ലാ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വലിയ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാനിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ല് ചർച്ച പൂർത്തിയാക്കി നാളെ ബില്ല് പാസാക്കും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ സാമൂഹ്യനീതിയും സാമൂഹ്യ നിയന്ത്രണവും ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ ഉറപ്പു നൽകി. സർവകലാശാല ആരംഭിക്കാൻ കർശനമായ വ്യവസ്ഥകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 25 കോടി രൂപ എൻഡോമെന്റ് ഫണ്ടായി കെട്ടിവെക്കണം. റെഗുലേറ്ററി ബോഡികൾ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ഭൂമിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വേണം. 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ സംവിധാനം പാലിക്കുകയും വേണം. അതിനകത്ത് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഇളവ് നൽകണം. സ്കോളർഷിപ്പും ഏർപ്പെടുത്തണം. മെച്ചപ്പെട്ടതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് സ്വകാര്യ സർവകലാശാലകൾക്ക് സാധിക്കും വിധത്തിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് ഈ ബില്ലിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടതുനയത്തിന്റെ മാറ്റമാണെന്ന വിമർശനം പ്രതിപക്ഷം ചർച്ചയിൽ സഭയിൽ ഉന്നയിച്ചു. എന്തിനാണ് സാർ ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ലളിതമായി പറഞ്ഞു തരൂ സാർ, എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ സ്വകാര്യ സർവകലാശാലകളെ എതിർത്തത്? സാമൂഹ്യ നിയന്ത്രണമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ UDF ശ്രമിച്ചപ്പോഴാണ് സമരമുണ്ടായതെന്ന് KT ജലീൽ MLA പറഞ്ഞു. എന്തിന്റെ പേരിലായിരുന്നു അന്ന് സമരം നടന്നത്? യാതൊരു സാമൂഹ്യ നിയന്ത്രണവുമില്ലാതെ ചപ്പുചവറ് വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ കുട്ടികളെ പറ്റിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിനെതിരായിട്ടാണ് അന്ന് സമരം നടന്നത്. എല്ലാവർക്കും അതറിയാം. ഏത് വിദേശ സർവകലാശാലയായിരുന്നു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ അന്ന് ഉദ്ദേശിച്ചിരുന്നത്? തിരുവനന്തപുരത്തുകാരനായ ഒരാള് വിദേശ രാജ്യത്ത് നടത്തുന്ന ഒരു 4-കിട സർവകലാശാലയുടെ ക്യാമ്പസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് നേതൃത്വം നൽകിയപ്പോഴാണ് അന്ന് അതിനെ ശക്തമായി എതിർക്കാൻ അന്ന് സമരത്തിന്റെ മുന്നിൽ നിന്ന ആളുകൾ തയ്യാറായത്. എന്തുകൊണ്ടാണ് ആ എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ട് 10 വർഷം മുമ്പ് നിങ്ങൾക്ക് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ കഴിയാതെ പോയത്? അന്ന് സമരക്കാരുയർത്തിയ ആവശ്യം നീതിയുക്തമാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അന്ന് സർവകലാശാലകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ പോയത്. വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സ്വകാര്യ സർവകലാശാല ബില്ലിൽ ചർച്ച പൂർത്തിയാക്കിയാണ് നിയമസഭ പിരിഞ്ഞത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.